ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞന്മാരും സിനിമാ താരങ്ങളും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ശതകോടീശ്വരന്മാരും രാജകുടുംബാംഗങ്ങളും അടങ്ങിയ എപ്സ്റ്റീൻ ഫയൽസ് എങ്ങനെയാണ് പുറത്തു വന്നത്? അധികാരവും പണവും ഉപയോഗിച്ച് എന്തും മറച്ചു പിടിക്കാമെന്ന് കരുതിയിരുന്ന ഒരു സാമ്രാജ്യം എങ്ങനെയാണ് തകർന്നു വീണത്? താൻ ഉൾപ്പെടെയുള്ളവർ ഫയലിൽ ഉണ്ടെന്നറിഞ്ഞിട്ടും ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഈ ഫയൽ പുറത്തു വിടേണ്ടി വന്നത്? എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന ലോകത്തെ ഞെട്ടിച്ച രഹസ്യ വിവരങ്ങൾ അടങ്ങിയ ഫയലുകൾ പുറത്തു വന്നതിന്റെ ധീരമായ കഥയാണിത്. ആരാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ? ന്യൂയോർക്കിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കോളേജ് വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത ഒരാൾ. എന്നാൽ തട്ടിപ്പിലൂടെയും സ്വാധീനത്തിലൂടെയും അയാൾ അമേരിക്കയിലെ അതിസമ്പന്നരുടെ പ്രിയപ്പെട്ട സാമ്പത്തിക ഉപദേഷ്ടാവായി മാറി. തന്റെ 20കളിൽ തന്നെ സ്വന്തമായി സ്ഥാപനം തുടങ്ങി. അമേരിക്കൻ ശതകോടീശ്വരനായ ലെസ്കി വെക്സ്നറുടെ സാമ്പത്തിക അധികാരം കൈക്കലാക്കിയതോടെയാണ് എപ്സ്റ്റീന്റെ ചൈത്രയാത്ര തുടങ്ങുന്നത്. വെക്സ്നർ തന്റെ ആഡംബര മാൻഷൻ പോലും എപ്സ്റ്റീന് നൽകിയത് അമേരിക്കയെ അന്ന് ഞെട്ടിച്ചിരുന്നു. ഈ അധികാരങ്ങൾ ലഭിച്ചതിലൂടെയാണ് എപ്സ്റ്റീൻ ലോക നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചതും അധികാരത്തിന്റെ ഇടനാഴിയിലേക്ക് കയറി ചെന്നതും. ലോക നേതാക്കളെ കൊടുക്കാൻ എപ്സ്റ്റീൻ ഒരു താവളം ഒരുക്കിയിരുന്നു, ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന സ്വകാര്യ ദ്വീപ്. അവിടെ നടന്ന വിരുന്നുകളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. ഇതിനായി അന്താരാഷ്ട്ര തലത്തിൽ പെൺകുട്ടികളെ കടത്തുന്ന ഒരു ശൃംഖല തന്നെ അയാൾ രൂപീകരിച്ചു. VIP-കളെ സന്തോഷിപ്പിക്കാനും അവരെ കൊടുക്കാനുമുള്ള തെളിവുകൾ അയാൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചു. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ദ്വീപിൽ കുട്ടികളെ എന്തും ചെയ്യാനുള്ള അവകാശം എപ്സ്റ്റീൻ തന്റെ അതിഥികൾക്ക് നൽകിയിരുന്നു. ഇത്രയും പ്രമുഖരുമായി ബന്ധമുണ്ടായിട്ടും എപ്സ്റ്റീൻ എങ്ങനെയാണ് കുടുങ്ങിയത്? 2005 ഒരു 14-കാരിയുടെ അമ്മ നൽകിയ പരാതിയാണ് എപ്സ്റ്റീനെതിരെ ആദ്യം വരുന്നത്. തന്റെ മകളെ എപ്സ്റ്റീൻ പീഡിപ്പിച്ചു എന്നായിരുന്നു ആ പരാതി. ഇതിൽ FBI അന്വേഷണം ആരംഭിച്ചു. 12 മുതൽ 14 വയസ്സുവരെയുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ കടത്തുന്ന ഒരു പാറ്റേൺ അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. ഓഡിയോ വീഡിയോ റെക്കോർഡുകൾ പോലും ഉണ്ടെന്ന് കണ്ടെത്തുന്നത് അന്നാണ്. പക്ഷേ അന്ന് അയാൾക്ക് ലഭിച്ചത് വെറും 13 മാസത്തെ ശിക്ഷയായിരുന്നു. വക്കീലന്മാരുമായും സർക്കാരുമായും അയാൾ ഒരു കരാറിലെത്തി. ഈ 13 മാസത്തിൽ അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് രാത്രികാലങ്ങളിൽ മാത്രമാണ്. അയാൾക്ക് ഓഫീസിൽ പോയി ജോലി ചെയ്യാനുള്ള അവകാശം പോലും അന്ന് ലഭിച്ചിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? ധീരയായ ഒരു മുഖം അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവരുടെ പേരാണ് ജൂലി കെ ബ്രൗൺ. മിയാമി ഹെറാൾഡിലെ ഒരു മാധ്യമ പ്രവർത്തക. ഒരു പക്ഷെ ജൂലിയുടെ ധീരമായ മാധ്യമ പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ എപ്സ്റ്റീൻ ഇന്നും ആ ഐലൻഡിൽ തന്റെ അതിഥികളെ സന്തോഷിപ്പിച്ച് നിയമത്തെ വെട്ടിച്ച് രാജവാഴ്ച നടത്തിയനെ. പെർവേർഷൻ ഓഫ് ജസ്റ്റിസ് എന്ന പേരിൽ അവർ ഒരു പുസ്തകം പുറത്തിറക്കി. വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ജെഫ്രി എപ്സ്റ്റീൻ 2008 എങ്ങനെയാണ് വെറും 13 മാസം മാത്രം ജയിലിൽ കിടന്നത് എന്നവർ അതിലൂടെ ചോദിച്ചു. ജെഫ്രി എപ്സ്റ്റീൻ പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള കള്ളക്കളികൾ എന്തൊക്കെയായിരുന്നു എന്ന് അതിലൂടെ അവർ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞു. 100 കണക്കിന് പെൺകുട്ടികൾ ജൂലിക്ക് മുമ്പിൽ അവരുടെ അനുഭവം പറയുകയും ചെയ്തു. അങ്ങനെയാണ് 2019 എപ്സ്റ്റീൻ വീണ്ടും ജയിലിലാകുന്നത്. വിചാരണ തുടങ്ങാനിരിക്കെ അയാൾ മരണപ്പെടുകയും ചെയ്യുന്നു. ധാർമ്മികതയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമായിരുന്നു എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വരണമെന്ന്. ഇരകളും അതിനുവേണ്ടി ശക്തമായ പ്രതിഷേധവുമായി തെരുവുകളിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ട്രംപ് ഇത് വലിയ ആയുധമാക്കി. ഡെമോക്രാറ്റുകളുടെ നേതാക്കളായ ബിൽ ക്ലിന്റൺ അടക്കം ഫയൽസിൽ ഉള്ളതുകൊണ്ടാണ് അവർ അത് പുറത്തു വിടാത്തതെന്നും താൻ അധികാരത്തിൽ വന്നാൽ ഈ ഫയൽസ് പുറത്തു വിടുമെന്നും ട്രംപ് വാഗ്ദാനം നൽകി. എന്നാൽ അധികാരം ലഭിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും ട്രംപ് പറഞ്ഞ വാഗ്ദാനം പാലിച്ചില്ല. താനും ഈ ഫയൽസിലുള്ള കാര്യം അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് ട്രംപ് മനസ്സിലാക്കിയതെന്ന് അഭ്യൂഹങ്ങൾ പറയുന്നു. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിനേക്കാളും വലിയ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് അന്ന് ട്രംപ് പറഞ്ഞത്. ഇത് വോട്ട് ചെയ്ത ആളുകളെ തന്നെ ട്രംപിന് എതിരാക്കി. അവസാനം ഗത്യന്തരമില്ലാതെ ട്രംപിന് വഴങ്ങേണ്ടി വന്നു. ജൂലി കെ ബ്രൗൺ എന്ന ധീരയായ മാധ്യമപ്രവർത്തകയുടെ പോരാട്ടമാണ് ഇന്ന് ലോക നേതാക്കളെ പോലും സമ്മർദ്ദത്തിൽ നിർത്തുന്ന എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവരാൻ കാരണം.